അമ്മേ ഞാൻ മനുവേട്ട അടുത്ത് പറഞ്ഞതാണ് ഇപ്പം ഗൾഫിൽ പോകുന്നു വേണ്ടാന്നുള്ളത്. ഇവിടെ ഏടെ എന്താ പണി നോക്കിയാൽ പോരെ? ഏട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് തിരിഞ്ഞളിച്ചിട്ട് ഒന്നും നടക്കൂല, ഗൾഫിൽ പോകണമെന്ന് പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്നാ. ഏട്ടൻ്റെ മനസ്സിലേ വലിയ വീടും കാറൊക്കെയാണ് അമ്മേ. ഫോൺ ചെയ്യാം. അല്ല അമ്മ, എനിക്ക് താല്പര്യമില്ലായിട്ടൊന്നും അല്ല. നിമിഷം പാസ്പോർട്ട് ആണോളെ? അമ്മ ഒരു മിനിറ്റ്, ഏട്ടാ അത് അലമാറിയിലുണ്ടല്ലോ. പറയമ്മേ. പിന്നില്ലേ അമ്മേ, അവിടെ വലിയ ജോലി ശമ്പളമൊക്കെ ഉള്ളത് ഏട്ടന്. ഞാൻ കാണുന്നില്ലടി, വേഗം എടുക്ക്, എനിക്കിത് റെഡിയാക്കാണ്ട്. അമ്മ ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കട്ടെ. എന്നാ ശരി. ഒരു സാധനം ഏട്ടൻ നോക്കിയെടുക്കൂലേ, എന്തൊരു തിരക്കാത്. എന്താ പാസ്പോർട്ട് ഇത് നമ്മളെ അലമാരിന്റെ മുഖത്ത് തട്ടില്. ഞാൻ മോള് നോക്കിയില്ലടി. അല്ല ഏട്ടാ, എത്ര പ്രാവശ്യം ഈ പോക്ക് മുടങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം പോയില്ലേ പിന്നെ ഗൾഫിലേക്കുള്ള പരിപാടി നോക്കണ്ട, നാട്ടിൽ നിന്ന് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാം. നിമിഷം ഇങ്ങനെ സങ്കടമല്ല, നമുക്ക് ജീവിതമൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ? അയ്യോ, ഈ ഫാൻ്റെ ഒക്കെ ഒരു കോലം കണ്ടില്ലെങ്കിൽ എത്ര കാലായി ഇങ്ങനെ കറങ്ങുന്നത്. ഏട്ടാ നമുക്ക് ഫാന് മാറ്റി ഈ റൂം മാത്രം ഈസി ആക്കിയാലോ? ഈ റൂം മാത്രല്ല, ഈ വീട് തന്നെ പൊളിച്ചിട്ട് വലിയൊരു വീട് വെക്കണം. കാറ് ഫോർച്യൂണർ ബൻസ് 50 ലക്ഷം റുപ്യാണ് കാരണം, എന്നാലും കുഴപ്പമില്ല. അകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, രാജസ്ഥാൻ മാപ്പിള മുറ്റത്ത് മൊത്തം ഇന്റർലോക്ക് ഇടാം. ഇങ്ങനൊക്കെ ജീവിക്കണമെങ്കിലേ മനുവേട്ടൻ ഗൾഫിൽ പോകണം മോളെ. അതാ സങ്കടമായി. ഇങ്ങനെ സങ്കടമായ കാര്യം നടക്കുവോ? എന്നാൽ 5 കൊല്ലൊക്കെ മനോട് ഞാൻ എങ്ങനെയാ കാണാതെ എനിക്ക് പറ്റൂല അതൊന്നും. 5 കൊല്ലം കാണാതെ എടിപ്പോ പഴയ പോലെ ഒന്നല്ല, 5 കൊല്ലം ഇതാന്ന് പറയുമ്പോൾ തീരും. പിന്നെ ഡെയിലി വീഡിയോ കോൾ ചെയ്യാനുള്ള സൗകര്യമല്ലേ, ഞാൻ വീഡിയോ കോൾ ചെയ്യും. എന്നാലും എങ്ങനെയാ? ഒരെന്നാലും ഇല്ല. ഇനി ഞാൻ വർത്തമാനം പറഞ്ഞതല്ലേ, ഞാൻ തെറ്റിപ്പോവും. ഈ ഒരു കാര്യം ഇതൊക്കെ എടുത്തു വെക്ക്. ഒന്ന് ചിരിക്ക്. മനോടൊപ്പം തന്നെ വലിയ എളുപ്പമായിക്കുന്നു. 10 മണിയായി. ഈ ഒരു കാര്യം നമുക്ക് കിടന്നുറങ്ങാം. ഇനി രാവിലെ ആക്കാം. ലൈറ്റ് ഓഫ് ആക്ക്. രാജനെ പറ്റിച്ച് എത്ര കാലം അതിന്റെ അകത്തേക്ക് പോകും. രാജന്റെ കയ്യോണ്ട് തന്നെ ഈ ചാവും. പോയി രാജനെ പറ്റിക്കാൻ. അത് ശരി, ഞങ്ങോട്ട് ഓടുന്നു. അതിന്റെ അകത്ത് പോയോ? ഇനി പുറത്തു വരുമല്ലോ. രാജനെ പറ്റിച്ച് എത്ര കാലം അതിന്റെ അകത്തേക്ക് പോകും നോക്കാം. പവിത്രേട്ടാ, രാജേട്ടന് പ്രാന്തായി നട്ടോ തോന്നേ. ഇയാളിത് എന്തിനു കളിക്കുന്നത്? അത് ശരി, ഒളിച്ചു കുത്തിരിക്കല്ലേ, തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കൂ. നിങ്ങളെങ്ങോട്ടാണ് പായുന്നത്? അല്ലടോ, അപ്പൊ ഇമ്പളല്ലേ ഓടിപ്പിച്ച്. രാജേട്ടാ ഇപ്പം പറയാണേ, നിങ്ങക്ക് പ്രാന്താന്ന്. പ്രാന്തവന്റെ അച്ഛനായിരിക്കും, എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ട. നിങ്ങളെന്താ മൂപ്പരോട് പറഞ്ഞ? അങ്ങോട്ടല്ലേ പറഞ്ഞേ. ഈ പറഞ്ഞ ശരിയാ, മൂപ്പർക്ക് ചെറിയൊരു തകരാറുണ്ട്. ഇവനെന്താ ഈ കുണുകുണാന്ന് പറയുന്നത്? എടോ, ഇവിടെ നിറച്ച് എലിശല്യടോ, ഭയങ്കര ശല്യമായി കീറ്റുകളെ കൊണ്ട്. കുറെ എണ്ണത്തിനെ ഞാൻ എലിവിഷം വെച്ചു, എലിക്കടി വെച്ചൊക്കെ കൊന്ന്. ഇനി ഒരൊറ്റ എണ്ണോടി ഉണ്ട് ബാക്കി. ടിവിന്റെ വയറടക്കം കടിച്ചു മുറിച്ചാൽ നിന്ന്. ഇത് എലി കടിച്ച പ്രശ്നം നല്ലടോ. ഈ ഒന്ന് മൂപ്പര് മുഖത്തൊക്കെ വെക്ക്. ചുണ്ടലിന് വായിക്കി. നിങ്ങൾ പറഞ്ഞ ശരിയാട്ടോ, കറക്റ്റ് ചുണ്ടലിനെ മാറ്റി തന്നെ ഉണ്ട്. ചുണ്ടല് രാജെന്നൊരു പേരുണ്ടോ മൂപ്പർക്ക്? ഈ മൂപ്പർ പെണ്ണുങ്ങൾ കണ്ടിരുന്നോ? ശരിക്കും പൂച്ചന്റെ മുഖമാണ്. എലിയും പൂച്ചു കറക്റ്റ് കോമ്പിനേഷൻ. നിങ്ങളിതിന്റെ എലിനെ കൊന്നാലി? ഇല്ലടാ, കൊല്ലുന്നില്ല, അച്ചാറിലിട്ടിട്ട് നോക്കോ വിളമ്പി തരാം. അല്ല രാജേട്ടാ, അപ്പൊ എലിയാണ് നിങ്ങളെ പ്രശ്നം. പിന്നെ അല്ലാണ്ട് എന്തോ ഒരു ലഹലയാ, കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്റെ ട്രൗസറൊക്കെ കടിച്ചു പറിച്ചാളിയാ. നിങ്ങൾ എന്ത് കളി നാട്ടിൽ കളിക്കുന്നത്? നിങ്ങൾ അങ്ങോട്ട് വരി. എങ്ങോട്ട്? നമുക്ക് സാർമാരെ പോണ്ടി വാടിക്ക് അങ്ങോട്ട് കളി. ആർക്ക് എനിക്ക് ഒരുത്തനെ കൂടെ തമർത്താണ്ടോ? എല്ലാ പ്രശ്നങ്ങളും സോൾവ് ഇങ്ങോട്ട് വരും. എവിടെ പോയടോ ഓലൊക്കെ? 10 മണിക്കല്ലേ മീറ്റിംഗ് വെച്ച്, ഇപ്പൊ തന്നെ സമയം 10:30 കഴിഞ്ഞ്. ഒരു ഉത്തരവാദിത്തമില്ലാത്ത നിങ്ങള്. ആവൂ, ഒരുത്തരെങ്കിലും വരുന്നുണ്ട്. മാനോ എന്താ എടാ, ഇങ്ങനെയാണ്ട് ഒരു കാര്യം പറഞ്ഞാല് ഇന്ന് 10 മണിക്കല്ലേ മീറ്റിംഗ് വെച്ച്. എന്തിന്റെ ഒക്കെ ഈ തമാശ കളിക്കല്ലോ. എനിക്ക് വില്ലേജിൽ പോകണേ, പേപ്പർ ശരിയാക്കാണ്ട്.
എടാ എങ്ങനെയാണെങ്കിൽ ചേനയും ചാമ്പും തിന്നണ്ടാവില്ല കേട്ടോ ഇങ്ങോട്ട് വാ. ചേനയും ചേമ്പും തിന്നലുണ്ടാവില്ല, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ചേനയും ആ പറടാ. എന്നാ പോണത്? മറ്റന്നാള് ഏട്ടാ ദുബായിക്കാ? മസ്കറ്റ്. ഓ മസ്കറ്റിലേക്കാ? അല്ല മനു, ഈ കാര്യത്തിൽ തീരുമാനമാക്കണ്ടേ? ഈ ദിമ്പിൾ വിചാരിച്ച ഒന്നും നടക്കൂല അശോക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിയമം വരുമ്പോൾ ജീവിക്കേണ്ടത്. പൊന്നശോക, ഈ നിയമമൊന്നും ഞാൻ ഉണ്ടാക്കിയല്ല. പിന്നെ ഒരു കാര്യം, എല്ലാ നിയമവും അനുസരിച്ച് ജീവിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓഹോ, അവിടെ 2 ഏക്കർ നെല്ല് അത് മുഴുവൻ പന്നിയിൽ നശിപ്പിച്ച് ഇപ്പുറം കുഴിച്ചിട്ട കപ്പ അതും പോയി. ആകെ ഇനി ബാക്കിയുള്ള ചേമ്പും കിഴങ്ങും മാത്രാ. ചെമ്പും കിഴങ്ങും ബാക്കിയുണ്ട്. ആ ഇവനോട് പറഞ്ഞു. ആ എനക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല, ഈ ഗൾഫിൽ പോവാണല്ലോ. അതുകൊണ്ടല്ല അശോക, എലീന എന്നല്ല, ലോകത്തിൽ ഒന്നിനും കൊല്ലാൻ പാടില്ല, അങ്ങനെയാണ്. എലീന എന്ന് പറയുന്ന ഏതോ ഒരു പെണ്ണിനെ കൊന്ന കഥയെ ഓലാടെ പറയുന്നത്. അതൊന്നുമല്ല, നിങ്ങളത് അങ്ങോട്ട് നോക്കി. ആ അശോകന്റെ പറമ്പിൽ ചേമ്പും ചേരും ഒന്നായിട്ട് എലികളെ കൊണ്ട് തമർത്തിക്കുന്നത്. അതിന്റെ മീറ്റിംഗിൽ അറിയാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് നടക്കി. ഇന്റെ അശോക, ഈറ്റളൊക്കെ ഭൂമിന്റെ അവകാശികളാ. അതുകൊണ്ട് എന്റെ പറമ്പിന്റെ എന്തെങ്കിലുമൊക്കെ തിന്നോട്ടടോ. ഇന്റെ പറമ്പിൽ നടക്കൂല. നിങ്ങൾ എന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നത്? എല്ലാത്തിനെയും വിഷം വെച്ചാൽ കൊന്നാലേ. വിഷമിച്ച് കൊന്നാളാണോ? വിഷം വെച്ചിട്ട് കൊല്ലാൻ നിങ്ങൾ കിടക്കുവോ? 3 കൊല്ലം ജയില്, 25,000 രൂപ പിഴ അടക്കണം. പുതിയതായിട്ട് വന്ന നിയമമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. മനുഷ്യ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് മാങ്ങാത്തൊലിയിൽ ഓരോ നിയമം. പിന്നെ നിങ്ങൾ കുതിരട്ട് പോയി കിടന്നോളി. എന്നാല് ഈ നിയമം ഒന്നും അനുസരിക്കാൻ രാജനെ കിട്ടൂല. നിയമം അങ്ങനെ പലതും ഉണ്ടാവും. ആക്കെ നടപ്പിലാക്കാൻ നോക്കിയാൽ നടക്കണ കാര്യാ. അത് ശരിയാ, പോസ്റ്റലത്ത് വീട് വലിക്കാൻ പാടില്ല നിയമമുണ്ട്. എന്നിട്ട് ആരും വലിക്കുന്നില്ലേ? പവിത്ര, ഈ വിവരമുള്ള ഒരു വർത്താനം പറഞ്ഞല്ലോ. ഓരോരോ നിയമമായിട്ട് കൊണ്ടുവരിക. എലീനെ കൊല്ലാൻ പറ്റില്ല എന്ന് എന്ത് തപ്പത്? ഇത് അങ്ങനല്ല അശോക. ഈ കാക്ക എലിയും ബബ്ബാലൊക്കെ ഉണ്ടല്ലോ, എണ്ണം കുറഞ്ഞോണ്ടിരിക്കുക. അതിന്റെ പേരിൽ വന്നൊരു നിയമത്തിനാണത്. എവിടെയാണ്ട് എണ്ണം കുറയണേ? എന്റെ പറമ്പത്തെ പോട്ടെ, എന്റെ വല്യച്ഛന്റെ പറമ്പിൽ മാത്രം ലക്ഷക്കണക്കിന് എലി. എന്നോടൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല അശോക. രാജയുടെ എന്താ സംഭവം എന്നറിയോ? പന്നിയലി, കാക്ക, ബബ്ബാലി ഇതൊക്കെ ഇതുവരെ 5ാം ഷെഡ്യൂളിലാണ്, മറ്റേ വന്യസംരക്ഷണ വകുപ്പിന്റെ അല്ലേടാ? എനിക്കറിയില്ല. രാജേട്ടാ, ഇതെല്ലാം കൂടി 5ാം ഷെഡ്യൂളിലാണ് ഇതുവരെ. ഇതിനെല്ലാം കൂടി എടുത്തിട്ട് 2ാം ഷെഡ്യൂളിലേക്ക് മാറ്റി. അതായത് ക്ഷുദ്രജീവികളല്ലാന്ന്. ഇതുവരെ ഏറ്റവും ക്ഷുദ്രജീവികളായിരുന്നു. ഇനി ഈറ്റളെ കൊല്ലണമെങ്കിൽ ഇപ്പോൾ ആളെ പോയിട്ട് അനുവാദമൊക്കെ വേണമെന്നാൽ ഇത് കൊല്ലാൻ പറ്റും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഗവൺമെന്റിന്റെ ഈ നിയമം അനുസരിച്ച് ഞാൻ ജീവിക്കൂ. ഞാനൊരു ഇന്ത്യൻ പൗരനാ, മനസ്സിലായോ? എന്റെ ഒരു ക്ഷുദ്രോ കുദ്രോ. ഒരു എലി നിയമം വരുമ്പോഴേക്കും എല്ലാവർക്കും ഭ്രാന്തായി പോയോ? ഇനി പോകുന്നില്ല വന്നില്ലേ പിടിക്കാൻ? ആണോ? ഞാൻ ഇനി ഇവിടെ കുത്തുന്നെ, ഞാൻ വില്ലേജ് പോട്ടെ കേട്ടോ. ഇതെന്തായാലും വലിയ പ്രശ്നമാവും. പറയാണ്ടോ? എനിക്ക് തോന്നുന്നറിയോ, ഇത് തച്ച് കൊന്നതിന് ശേഷം വലിച്ച് അയച്ചുകൊണ്ട് കുഴിച്ചിട്ടാണ്. അതന്നെയാണ് ഇവിടേക്ക് ഇത്ര ചോര. എന്നാലും വല്ലാതൊരു കഷ്ടമായി പോയി. ഇത് എത്ര മണിക്ക് സംഭവം? ഇവിടെ ഒരു 3-3:30 തോന്നുന്നുണ്ട്. ഒച്ചപ്പാട് കേട്ടിട്ട് ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് നീച്ച് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ ചോരപ്പാടാ കാണുന്നത്. ഇത് തലക്കെന്തോ തരാറുണ്ടോ? നിങ്ങളെന്താ പറയുന്നത്? കഥകളിയോ? പോലീസ് അതിനൊരു ചുക്ക് നടക്കൂല. ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞു ചെയ്തു. ഇനി പോലീസ് വരേ മാന്തി എടുക്കേ പോസ്റ്റ്മോർട്ടം ചെയ്യോ കുട്ടിയൊക്കെ പഠിക്കാൻ കൊടുക്കുക എന്ത് വേണം ചെയ്തോട്ടെ, നമുക്കൊരു ചുക്കില്ല. ആ പോലീസ് വന്നിട്ടോ. ഇതെന്ത് പോലീസാണ് രാജേട്ടാ? അത് ഞാക്കിട്ട് ബെൽറ്റുമില്ലേ? കണ്ടിട്ട് ബാങ്കിന്റെ സെക്യൂരിറ്റി എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പഴം പൊഴുങ്ങി നടുക്ക് പിടിച്ച മാതിരിണ്ട്. എത്ര നേരെ ചെറുക്കാത്തക്കുന്നത്. ആരാടാ ആദ്യം കണ്ട്? ഇത് രാജേട്ടാ, മൂപ്പര ആദ്യം കണ്ടു. ഓടി മാറിക്കടാ. രണ്ടാമത് കണ്ടാരാടാ? അങ്ങനെ ഉണ്ടോ? ഇതെന്താ സെക്കൻഡ് പ്രൈസ് ഉണ്ടോ? ഞാനാ രണ്ടാമത് കണ്ട്. ഓടി മാറിക്കടാ. എന്തിനാണ് സാർ? എനിക്ക് അങ്ങോട്ട് പോണ്ടേ? ആരാടാ കൊലപാതകം നടത്തിയേ? എല്ലാരും പറയുന്ന പവിത്രനാന്നാ, പക്ഷെ രാജേട്ടനാ കൊന്ന് എനിക്കറിയാം.
ഇവിടെ മനുഷ്യന്മാരെ കൊന്ന മര്യാദയ്ക്ക് ചോദിക്കാനും പറഞ്ഞ ആളില്ല. ഒരു എലിയെ കൊന്നപ്പോഴേ അതാ വന്നിക്കണ പോലീസ് പട്ടാളമൊക്കെ. ആരാടാ എലീനെ കൊന്നത്? സാറേ ഞാൻ എലിനെ കെണി വെച്ച് പിടിക്കൂ, ദൂരെ കാട്ടിൽ കൊണ്ടിടും. ഞാൻ കൊല്ലാറില്ല സാറ്. ഗോവ സുരേഷ് പാമ്പിനെ കാട്ടിൽ ഉപേക്ഷിക്കണം. ആ കാട്ടിൽ തന്നെയാണ് എലീനെ കൊണ്ട് ഉപേക്ഷിച്ച്. ആ എലിന്റെ ഗതി എന്താവടാ? എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കിക്കോളി. ഈ നാട്ടിലാരെങ്കിലും എലികളെ കൊന്നു അറിഞ്ഞാ ചവിട്ടിക്കൂടി ഞാൻ ജയിലിടും പുല്ലുകളെ. അതിനെ എനിക്കും പറയാനുള്ളത്. സാറ് പറഞ്ഞു കേട്ടില്ലേ, ആരും അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ നിൽക്കണ്ട, നിയമം പാലിക്കാനുള്ളതാ. മനസ്സിലാക്കിയോ? മനോട്ടാ മനോട്ടാ ആ ഒന്നും കൂടി വരി. എന്താ മോളെ? ഇങ്ങോട്ട് വാ. ഇതെന്താന്നറിയോ ശോക, ഞാൻ നാളെ പോകല്ലേ, പോക്ക് ദിവസം എടുത്തപ്പോ ടെൻഷൻ കൂടി. എന്താണ് നിമിഷേ, ഇപ്പോഴൊക്കെ ഫോണിലെ കാലല്ലേ, എപ്പോഴും കണ്ടൂടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് തലേക്കാരന്റെ പുള്ളിക്കാരി ആരാ? വൈഫാണ്. എന്തേനു വൈഫല്ലേ? ആ എടേ, ഞാൻ പറഞ്ഞില്ലേ പോയിക്കാൻ ഞാൻ വേണേ ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാം. അതല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരി. ഈ 5 കൊല്ലം നീള ഞാൻ 2 കൊല്ലം കൊണ്ട് വന്ന പോരെ. എന്താണ്? അല്ല സാറേ, ഇങ്ങനത്തെ ഓരോ നിയമം കൊണ്ടുവന്നാലേ ഈ എലിപക്ഷി എലിപ്പെട്ടിയൊക്കെ പിന്നെ ആരെങ്കിലും വാങ്ങുമോ? എന്ത്? അല്ല, ഈ എലിപക്ഷി എലിപ്പെട്ടിയൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ ജീവിതം പോലും സാറേ. നോ കമന്റ്. ഇവരെ ഞാൻ വിലങ്ങ് വെച്ച് കൊണ്ടുപോവുക. 3 വർഷം കഴിഞ്ഞാലേ പുറത്തിറങ്ങൂ. 25,000 രൂപ പിഴയും. എനിക്കോ? അല്ല എനിക്ക്. 5 പൈസ അടയ്ക്കൂല. ആരേ? മനോട്ടാ നിക്ക് മനോട്ടാ. ഇനി പറയുന്നതല്ല, ഞാൻ പറയുന്ന കേൾക്ക്. ജീവിതാ പോയേ. അവിടെ പറയുന്നത് ഇത് കണ്ടങ്ങള് ഇതെന്താ ചോളപ്പുരിയോ? ചോളപ്പൊരിയല്ല, നിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അത് എലി കടിച്ചു മുറിച്ചാൽ ഇനി ഞാനെങ്ങനെ ഗൾഫിൽ പോകും? കണ്ടോ ഏട്ടന്റെ പാസ്പോർട്ട്, ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ഒരൊറ്റ എലിനെ ഞാൻ ഇനി വെച്ചേക്കൂല, എല്ലാത്തിനും ഞാൻ കൊന്നാളൂ. ഞാനാ നിയമം കൈയെടുക്കേ? എലിനെ കൊല്ലണോ? എടാ എന്റെ ടിക്കറ്റ് കീറിണ്ടെങ്കിലേ എന്റെ ഭാര്യന്റെ കഴിവ് കേടാണ്, ശ്രദ്ധക്കുറവ്. മനസ്സിലായി? ഒരു മിനിറ്റ് വൈഫാണ്. ഒരു മിനിറ്റ് ആണെങ്കിൽ പോരുത്. ഹലോ എടി, ഞാനൊരു ഇൻവെസ്റ്റിഗേഷനിലാണ്. എടി, ഞാനൊരു കേസ് അന്വേഷണത്തിലാണെന്ന്. നിങ്ങൾ ആ ബെൽറ്റ് കടിച്ചു മുറിച്ച് എലിയുണ്ടല്ലോ, അതിന് കിട്ടിക്ക്. ഞാൻ ഇപ്പൊ എന്താണ് ചെയ്യണ്ടേ? അതിന് കിട്ടിയോ? പണ്ടാളത്തിന് ഒരു കാര്യം ചെയ്യ്, ബക്കറ്റ് വെള്ളത്തിലാണ് മുക്കി അങ്ങോട്ട് കൊല്ല്. നിങ്ങളല്ലേ പറഞ്ഞത് എലീനെ കൊന്നുണ്ടെങ്കിൽ കേസും കൂട്ടൊക്കെയാന്ന്? എടി, അതിന്റെ കേസൊക്കെ ഞാനല്ല അന്വേഷിക്കണത്. ഈ പറഞ്ഞവിടെ കേക്കട്ടെ, അതിന് മുക്കി അങ്ങോട്ട് കൊല്ല്.